friends, once again welcome back to my channel. ഇന്നു മുതൽ നാം നോക്കാൻ പോകുന്നത് ഓരോ ടെൻസ് ഫോമിലുമുള്ള സെൻറ്റൻസുകളും ആ ഫോമിലുള്ള ക്വസ്റ്റ്യൻ ഫോമുകളുമാണ്. അപ്പോൾ ഇന്നത്തെ പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ ഫോമാണ്. എന്തിനാണ് ഈ ഒരു ഫോം ഉപയോഗിക്കുന്നത്? നമുക്ക് ജനറലായിട്ട് പറയേണ്ടി വരുന്ന ചില തത്വങ്ങൾ, പ്രസ്താവനകൾ, സത്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ളവയൊക്കെയാണ് ഈ ഒരു ഫോം ഉപയോഗിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ നാം സിമ്പിൾ എന്ന് പറയുന്നത്? അത്രയും ലളിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. കാരണം വേർബിൻ്റെ വ്യത്യസ്തമായ ഫോമുകളൊന്നും നമുക്കറിയേണ്ടതില്ല. ബേസ് ഫോം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിക്കുക. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന നൗൺ അതല്ലെങ്കിൽ പ്രോനൗൺ, ഒന്നുകിലൊരു പേര് നൗൺ, അതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു പകരം പദം. ഇവിടെ ഒരു പേര് അത് എന്തുമായിക്കോട്ടെ, അത് വ്യക്തിയാവാം, മൃഗങ്ങളാവാം, വസ്തുക്കളാവാം, എന്തായാലും അത് എസ് ചേർന്ന് വരുന്ന ഒരു പ്ലൂറൽ ഫോമിലാണെങ്കിൽ വേർബ് ബേസ് ഫോം തന്നെ ഉപയോഗിക്കുക. അതല്ല എസ് ചേർക്കാതെ സിംഗുലർ ഫോമിലാണെങ്കിൽ, ഒരെണ്ണമാണെങ്കിൽ വേർബിനോട് നാം എസ് ചേർത്ത് വേർബിനെയും സിംഗുലറാക്കി ഉപയോഗിക്കുക. കാരണം വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലറിൽ തന്നെ ആയിരിക്കണമല്ലോ, അതാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പകരം പദമായിട്ടുള്ള പ്രോനൗൺ ആണ് എങ്കിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഐ, വി, യു, ദേ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഒന്നിലധികം പേരുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നവ ഇവയാണെങ്കിൽ നാം വേർബിൻ്റെ ബേസ് ഫോം യൂസ് ചെയ്യുക. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ബേസ് ഫോം യൂസ് ചെയ്യുക. ഹി, ഷീ, ഇറ്റ് എന്നിവയോട് വേർബിൻ്റെ എസ് ചേർത്ത ഫോം യൂസ് ചെയ്യുക. അതായത് സിംഗുലർ സബ്ജക്റ്റിനോട് വേർബിൻ്റെ എസ് ചേർത്ത ഫോം യൂസ് ചെയ്യുക. ഇത്രയുമാണ് ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് പോവാം. ദെൻ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താങ്ക്സ് ടു ഓൾ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്ന് നോക്കാം. അവൾ ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാറുണ്ട്. ഇവിടെ അവളാണ് അല്ലേ? സോ ഷീ സ്പീക്സ് ആണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇനി അവളുടെ സ്ഥാനത്ത് ഞാനോ അല്ലെങ്കിൽ അവരോ ഒക്കെ ആണെങ്കിലോ അവിടെ സ്പീക്സ് അല്ല സ്പീക്ക് എന്ന് വേണം പറയാൻ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ വേർബിന് വരുന്നത്. നമുക്ക് കുറച്ചധികം സെൻറ്റൻസുകൾ നോക്കാം. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഇത് പക്ഷികളാണ് അല്ലേ? പക്ഷികളാവുമ്പോൾ സോ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ഇനി ആ പക്ഷി വേഗത്തിൽ പറക്കുന്നു എന്ന് പറയുമ്പോഴോ ആ പക്ഷിയാണ് ഒരു പക്ഷി. ദ ബേർഡ് ഫ്ലൈസ് ഫാസ്റ്റ്. ദ ബേർഡ് ഫ്ലൈസ് ഫാസ്റ്റ്. ദ ബേർഡ് ഫ്ലൈസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൈ എന്നുള്ളത് എസ് ചേരുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഫ്ലൈസ്, IES. ചില വേർബുകളോട് എസ് ചേരുമ്പോൾ എസ് മാത്രമല്ല ചേരുന്നത്, ചിലപ്പോൾ IES എന്ന് വരാം അല്ലെങ്കിൽ ES വരാം. ദെൻ അനദർ വൺ, അവർ പെറ്റ് ആനിമൽസിനെ സ്നേഹിക്കുന്നു. ദേ ലവ് പെറ്റ് ആനിമൽസ്. ദേ ലവ് പെറ്റ് ആനിമൽസ്. പെറ്റ് ആനിമൽസ് എന്ന് വെച്ചാൽ നാം ഓമനിച്ച് വളർത്തുന്നത് എന്തും അതാണ് പെറ്റ് ആനിമൽസ്. എൻ്റെ അച്ഛൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ പറയുമ്പോൾ മൈ ഫാദർ ഒന്നാണ്, സിംഗുലർ. മൈ ഫാദർ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനി. മൈ ഫാദർ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനി. ദെൻ അനദർ വൺ, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഞാൻ ഐ ഗെറ്റ് അപ്പ്. ഞാൻ എഴുന്നേൽക്കാറുണ്ട്. വെൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ നേരത്തെ. അപ്പം ഞാൻ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട് എന്നർത്ഥം. ഇവിടെ ഐക്ക് പകരം ഹി അവനാണെങ്കിൽ ഹി ഗെറ്റ്സ് അപ്പ് എന്ന് പറയണം. ഹി ഗെറ്റ്സ് അപ്പ്. അതുപോലെ ഷീ ഗെറ്റ്സ് അപ്പ്, അവൾ എഴുന്നേൽക്കാറുണ്ട്. അശ്വിൻ ഗെറ്റ്സ് അപ്പ്, അശ്വിൻ എഴുന്നേൽക്കാറുണ്ട്. ഇങ്ങനെ പറയാം. ഞാൻ രാവിലെ ചായയാണ് കുടിക്കാറ്. ചായ കുടിക്കുന്നവരുണ്ടാകാം, കാപ്പി കുടിക്കുന്നവരുണ്ടാകാം. ഞാൻ ചായയാണ് കുടിക്കാറ്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്.
ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായയാണ് കുടിക്കാറ്. അവൻ എപ്പോഴും ബസ്സിലാണ് സ്കൂളിൽ പോവാറ്. ഹി ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഹി ഓൾവേസ് ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഹി ഗോസ് ആണ് ഇവിടെ, ഗോസ് ടു സ്കൂൾ. ബൈ ബസ് ഇപ്പം സഞ്ചരിക്കുക, ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ അവിടെ ബൈ ചേർത്ത്, ബൈ എന്നൊരു ഏജൻറ്റ് ചേർത്ത് വേണം പറയാൻ. ആ ബസ് 8 മണിക്കാണ് എത്താറ്. ദ ബസ് അറൈവ്സ് അറ്റ് 8 AM. ദ ബസ് അറൈവ്സ് അറ്റ് 8 AM. ഇവിടെയൊക്കെ നാം പറഞ്ഞത് ദിവസവും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണല്ലേ, ദിനംതോറും സംഭവിക്കുന്നവയും. ഇനി നമുക്ക് ഇഷ്ടങ്ങളെക്കുറിച്ചിട്ട്, ഇഷ്ടക്കേടുകളെക്കുറിച്ചിട്ടൊക്കെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഡസ് നോട്ട് എന്നതിൻ്റെ ചുരുക്കരൂപം, അത് കോൺട്രാക്ഷൻ ഫോമാണ് ഡസിൻറ്റ്. അതുപോലെ തന്നെ ഡു നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ഫോം ഡോണ്ട്. അത് നമ്മൾ അങ്ങനെ പറയാവൂ. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക് ഐസ്ക്രീം. ഡു യു ലൈക്ക് ഐസ്ക്രീം. അതെ, എനിക്കിഷ്ടമാണ്. യെസ് ഐ ലൈക്ക് എന്ന് പറയാം. അതല്ലെങ്കിൽ യെസ് ഐ ഡു എന്നും പറയാം. യെസ് ഐ ഡു അങ്ങനെയും പറഞ്ഞാൽ മതി. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക് ഐസ്ക്രീം. ഡോണ്ട് യു ലൈക്ക് ഐസ്ക്രീം. ഇവിടെ ഡു അല്ലെങ്കിൽ ഡസ് ഏതാണോ അത് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വയ്ക്കുക. പിന്നെ സബ്ജക്റ്റ് ഉപയോഗിക്കുക, വേർബ് ഉപയോഗിക്കുക. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഇനി അല്ല, എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ നോ ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയാം. അതല്ലെങ്കിൽ നോ ഐ ഡോണ്ട് എന്ന് മാത്രം പറയാം. നോ ഐ ഡോണ്ട്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ആണ് ഡൂവിന് പകരം യൂസ് ചെയ്യേണ്ടത് അല്ലേ. അവൾക്കിഷ്ടമാണോ എന്നതിന് എങ്ങനെ ചോദിക്കും? അവൾക്കിഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക്. ഡസ് ഷീ ലൈക്ക്. യെസ് എന്നാണെങ്കിൽ യെസ് ഷീ ലൈക്സ് എന്ന് പറയാം. യെസ് ഷീ ലൈക്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ യെസ് ഷീ ഡസ് ഇങ്ങനെയും പറയാം. യെസ് ഷീ ഡസ്. അവൾക്കിഷ്ടമല്ലേ? ഡസിൻ ഷീ ലൈക്ക്. ഡസിൻ ഷീ ലൈക്ക്. അവൾക്കിഷ്ടമല്ല. ഷീ ഡസിൻ ലൈക്ക്. ഷീ ഡസിൻ ലൈക്ക്. അതല്ലെങ്കിൽ നോ ഷീ ഡസിൻറ്റ്. നോ ഷീ ഡസിൻറ്റ്. ഇവിടെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, ഷീ ഡസിൻറ്റ് കഴിഞ്ഞാൽ ലൈക്ക് എന്ന് മതി, കൂടെ എസ് വേണ്ട. അതായത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ലൈക്ക് എന്നാൽ, അതായത് ഏതൊരു ബേസ് ഫോമിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഫോമിലുള്ള വേർബിൻ ഡു പ്ലസ് ലൈക്കാണ്. അതേപോലെ തന്നെ ലൈക്സ് എന്നാൽ ഡസ് പ്ലസ് ലൈക്കാണെന്നും ഓർക്കണം. സോ ക്വസ്റ്റ്യനിലും നെഗറ്റീവ് ഫോമിലും ഡസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേർബിൻ്റെ കൂടെ എന്തു പറയരുത്? യെസ് ചേർത്ത് പറയരുത്. ഡു ഓർ ഡസ് മീൻസ് സാധാരണ ചെയ്യുക എന്നാണെങ്കിലും ഇവിടെ സിമ്പിൾ ഫോമിൽ പ്രത്യേകിച്ചൊരു മീനിങ് അതിനില്ല. അതുപോലെ തന്നെ നാം സാധാരണ ചെയ്യുന്നൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതും. നീ ഹോംവർക്ക് ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? നീ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? ഡു യു ഡു ഹോംവർക്ക്. ഡു യു ഡു ഹോംവർക്ക് എന്നാണ്. ഇവിടെ ഫസ്റ്റിൽ കഴിഞ്ഞ് യു കഴിഞ്ഞുള്ള ഡു ആണ് ചെയ്യുക എന്നർത്ഥത്തിൽ ഇവിടെ വെർബായി ഉപയോഗിച്ചിരിക്കുന്നത്. നിനക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ടു ഡു ഹോംവർക്ക് എന്ന് ചോദിക്കണം. ഡു യു ലൈക്ക് ടു ഡു ഹോംവർക്ക്. ടു ഡു വെർബിന് മുമ്പ് ടു ചേർത്ത് പറയുമ്പോൾ എന്താണ് അർത്ഥം? ചെയ്യാൻ എന്നാണ് അർത്ഥം. ടു ഗോ പോകാൻ, ടു കം വരാൻ എന്ന രീതിയിൽ. കുറച്ചുകൂടി നമുക്ക് സെൻറ്റൻസും ക്വസ്റ്റ്യൻ ഫോമുകളുമൊക്കെ നോക്കി നോക്കാം. നീ നിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്ത് പോവാറുണ്ടോ? ഡു യു ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഡു യു ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇത് സിമ്പിൾ ഫോമിലൊരു ക്വസ്റ്റ്യനാണ്. ഡു വെച്ച്, ഡു അല്ലെങ്കിൽ ഡസ് വെച്ച് ചോദിക്കുന്നത്. ഇവിടെ യു എന്നതിന് പകരം ഹിയോ അല്ലെങ്കിൽ ഷീയോ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ ഒക്കെ ആണെങ്കിൽ അവളുടെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്ത് പോവാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ ഡസ് ഷീ ഗോ ഔട്ട് വിത്ത് ഹെയർ ഫ്രണ്ട്സ്. വിത്ത് ഹെയർ അവളുടെ, ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ എന്നർത്ഥം. അവിടെ ഡസ് ഹീ ഗോ ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്ത് പോകാറുണ്ടോ? ഹിസ് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ. ഡസ് ഷീ ഗോ ഔട്ട് വിത്ത് ഹെയർ ഫ്രണ്ട്സ്. ഡസ് ഹീ ഗോ ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ദെൻ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നീ കഴിക്കാറ്? കഴിക്കാറ് എന്ന് പറയുമ്പോഴെന്താണ്? സാധാരണ കഴിക്കാറ് എന്നർത്ഥത്തിലാണ്. വെജോ അല്ലെങ്കിൽ നോൺ വെജോ
എന്ന അർത്ഥത്തിൽ. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡു യു ഈറ്റ്? വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡു യു ഈറ്റ്? വേണമെങ്കിൽ നമുക്ക് ഡു യു ഈറ്റ് എന്നതിന് പകരം ഡു യു ഹാവ് എന്നും പറയാം. കഴിക്കുക എന്നർത്ഥത്തിൽ ഹാവ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫുഡാണ് നിനക്കിഷ്ടം എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ഡു യു ലൈക്ക് എന്ന് ചോദിക്കാം. അതിന് പകരം ഡു യു ഈറ്റ് എന്നതിന് പകരം ഡു യു ലൈക്ക് എന്നാവാം. ദെൻ മറ്റൊന്ന്, റോജയുടെ അച്ഛനമ്മമാർ ലണ്ടനിലാണ് താമസിക്കുന്നത്. റോജയുടെ എന്ന് പറയുമ്പോൾ റോജാസ് എന്നാണ് പറയുക. റോജാസ്, റോജ എന്ന് എഴുതി ഒരു എപ്പോസ്ട്രഫി എസ് ഇടുക. അപ്പോൾ റോജയുടെ എന്നാണ് അതിൻ്റെ അർത്ഥം. റോജാസ് പാരൻസ് ലിവ് ഇൻ ലണ്ടൻ. റോജാസ് പാരൻസ് ലിവ് ഇൻ ലണ്ടൻ. ഇവിടെ പാരൻസ് 2 പേരുണ്ട്. സോ ലിവ് ആണ്, ലിവ്സ് അല്ല. രാജു പതിവായി നീന്താറുണ്ട്. രാജു യൂഷ്വലി സ്വിംസ്. രാജു യൂഷ്വലി സ്വിംസ്. ഇനിയൊരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയുകയാണെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കുന്നു. ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇനി നമുക്ക് ഒരേ രീതിയിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. നിങ്ങളൊരു സ്വാർത്ഥനാണ്. യു ആർ സെൽഫിഷ്. യു ആർ സെൽഫിഷ്. ജനലുകൾ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനലുകൾ, വിൻഡോസ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ്. വിൻഡോസ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ്. അവനൊരു കലാകാരനാണ്. ഹീ ഈസ് എൻ ആർട്ടിസ്റ്റ്. ഹീ ഈസ് എൻ ആർട്ടിസ്റ്റ്. ഞാനൊരു ടീച്ചറാണ്. ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ. അവർ നല്ല സുഹൃത്തുക്കളാണ്. അവർ നല്ല സുഹൃത്തുക്കളാണ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അവനൊരു നല്ല സുഹൃത്താണ്. ഹീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. ഹീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. ഇവയൊക്കെ എന്താണ്? ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലേ? അങ്ങനെയാണ് എന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം അനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ ഈസും പ്ലൂറൽ ആണെങ്കിൽ ആറും ഐയുടെ കൂടെയാണെങ്കിൽ ആം ഒരു വെർബിൻ്റെ സ്ഥാനത്തായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇവിടെ മറ്റൊരു വെർബില്ല. ഇതുതന്നെയാണ് വെർബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറച്ച് സെൻറ്റൻസുകൾ കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. എൻ്റെ മുടി വേഗത്തിൽ വളരാറുണ്ട്. എൻ്റെ മുടി വേഗത്തിൽ വളരാറുണ്ട്. മൈ ഹെയർ ഗ്രോസ് ക്വിക്കിലി. മൈ ഹെയർ ഗ്രോസ് ക്വിക്കിലി. ക്വിക്കിലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. അവൻ ധാരാളം ബുക്കുകൾ വായിക്കാറുണ്ട്. ഹി റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. ഹി റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. എ ലോട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ധാരാളം. ധാരാളം കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. മെനി ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. മെനി ചിൽഡ്രൻ ആണ്. അപ്പോൾ പ്ലേ ഫുട്ബോൾ. ഞാൻ ദൂരെയായിരിക്കുമ്പോൾ എൻ്റെ മകൾ എന്നെ മിസ് ചെയ്യാറുണ്ട്. ഞാൻ ദൂരെയായിരിക്കുമ്പോൾ. മൈ ഡോട്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ മകൾ. മൈ ഡോട്ടർ മിസ്സസ് മീ. മൈ ഡോട്ടർ മിസ്സസ് മീ വെൻ ഐ ആം എവേ. എപ്പോഴാണ് മിസ് ചെയ്യുന്നത്? വെൻ ഐ ആം എവേ. ഞാൻ ദൂരെയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വിട്ടു നിൽക്കുന്ന സമയത്ത് എന്നൊക്കെ എടുക്കാം. മൈ ഡോട്ടർ മിസ്സസ് മീ വെൻ ഐ ആം എവേ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമിലുള്ള സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻ ഫോമുകൾ ഒക്കെ തന്നെ. അപ്പോൾ ഇഫ് യു ലൈക്ക് ദ ലെസൺ, ലൈക്ക് ആൻഡ് കമൻറ്റ്. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ ടോപ്പിക്. ബൈ.